Once more, greetings to all in the precious name of the Lord and Savior Jesus Christ. ഒരു പ്രാവശ്യം കൂടി നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠനാമത്തിൽ എല്ലാവർക്കും എൻ്റെ വന്ദനം. Yesterday we were considering from Luke 8 four type of hearts. ഇന്നലെ നാം ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്നും 4 തരത്തിലുള്ള ഹൃദയങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചത്. We found out that at times all these characters comes and goes in our heart. നാം ആ നിലയിൽ ചിന്തിച്ചപ്പോൾ കാണുകയുണ്ടായി ഈ 4 സ്വഭാവങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു പോകുന്ന സ്വഭാവങ്ങളാണെന്ന് കാണുവാനിടയായി. We also saw 4 secrets of successful weeds or successful wild plants. അത് മാത്രമല്ല നാം ഒരു കളയുടെ അല്ലെങ്കിൽ കാട്ടുചെടികളുടെ വിജയത്തിന്റെ 4 രഹസ്യങ്ങളും കാണുകയുണ്ടായി. We also found out why good plants struggle, and there are 4 secrets for their struggles too. അത് മാത്രമല്ല അതിനെ തുടർന്ന് നാം എന്തുകൊണ്ട് നല്ല ചെടികൾ അവർ ഫലം കായ്ക്കുന്നതിന് പ്രയത്നിക്കേണ്ടി വരുന്നു, അതിന്റെ രഹസ്യങ്ങളായ 4 വസ്തുതകളും നാം ചിന്തിക്കുകയുണ്ടായി. There are 4 secrets for successful plants also. ആ വിജയകരമായ ആ ചെടികൾക്കും 4 രഹസ്യങ്ങളുണ്ട് എന്ന് നാം കാണുകയുണ്ടായി. As brother was praying, brother was also probably mentioning that today we will be looking into the matured ground. പ്രിയ സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ നാം ഇന്ന് ആ നല്ല നിലത്തെ പറ്റി പഠിക്കുമെന്ന് താൻ ഓർക്കുകയുണ്ടായി. But I am afraid whether I will reach there today because I have some more things to mention about the matured fruit. എന്നാൽ ആ ഒരു ഭാഗത്തേക്ക് എത്തിപ്പെടുമോ എന്ന് ഞാൻ ഭയക്കുന്നു. കാരണം ആ നല്ല ഫലത്തെക്കുറിച്ച് അല്പം കൂടി കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. Yesterday we considered that it is easy for a wild plant to bear its fruit for 4 reasons. നാം ഇന്നലെ കാണുകയുണ്ടായി ഒരു കാട്ടുചെടിക്ക് അതിന് ഫലം കായ്ക്കുവാൻ വളരെയധികം എളുപ്പമാണ്. അതിന്റെ 4 കാരണങ്ങൾ നാം കാണുകയുണ്ടായി. First of all, we know these weeds and wild plants, they produce fruits just for their propagation, reproduction. നാം ഒന്നാമതായിട്ട് കാണുകയുണ്ടായി ഈ കളകളോ അല്ലെങ്കിൽ കാട്ടുചെടികളോ അവ ഈ ഫലം കായ്ക്കുന്നത് അവ തങ്ങൾക്ക് തന്നെ വർധനവ് വരുത്തേണ്ടതിന് വേണ്ടിയാണ് എന്ന് നാം കാണുകയുണ്ടായി. It's never meant for others. അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളതല്ല എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. But a proper fruit is always with flesh and pulp, and it is meant to fill and to satisfy others. എന്നാൽ ഒരു നല്ല ഫലം എന്നുള്ളത് അതിന് മാംസളമായ ഭാഗങ്ങൾ കാണും. അത് മറ്റുള്ളവരുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിൽ പ്രയോജനകരമായതായിരിക്കും നല്ല ഫലം എന്നുള്ളത്. Once I planted a pineapple plant in a small pot. ഒരു പ്രാവശ്യം ഞാൻ ഒരു ചെറിയ ചട്ടിയിൽ ഒരു കൈതച്ചക്കയുടെ ചെടി നടുകയുണ്ടായി. And I being in Bombay, that's the maximum I could do with plants, and I had to wait 2 years so that it may bear a fruit. ഞങ്ങൾ ബോംബെയിൽ ആയതുകൊണ്ട് ആ നിലയിൽ മാത്രമേ ആ ചെടി നടുവാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് 2 വർഷം കാത്തിരിക്കേണ്ടി വന്നു അതിലൊരു ഫലമുളവാകുവാനായി. Normally these plants, they produce fruit within a year. സാധാരണയായിട്ട് ഈ ചെടി ഏകദേശം 1 വർഷത്തിനുള്ളിൽ ഫലം കായ്ക്കാറുണ്ട്. And then I realized why it took so much time. എന്നാൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇത്രയധികം സമയം അതിന് എടുത്തത് എന്ന്. The soil which I put maybe say 2 to 3 kg. ഞാൻ അതിനുവേണ്ടി ഇട്ട മണ്ണ് എന്നുള്ളത് 2-3 കിലോ മാത്രമാണ്. And the plant itself is almost 1 kg. ആ ചെടിക്ക് തന്നെ ഏകദേശം 1 കിലോയോളം തൂക്കമുണ്ട്. Now it has to produce a pineapple along with its baby bud also should take another 1 kilo, even if it's a small plant.
അതൊരു ചെറിയ ചെടിയാണെങ്കിലും ഒരു കൈതച്ചക്കയും അതിന്റെ നാമ്പുകളെല്ലാമായിട്ട് ഏകദേശം മറ്റ് 1 കിലോയോളം തൂക്കം വരുന്ന ഒന്ന് അതിന് ആ നിലയിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. So out of 3 kg soil, this plant has to pull out 2 kilo in the form of vegetation. ഈ 3 കിലോ മണ്ണ് കൊണ്ട് ഈ ചെടിക്ക് ഏകദേശം 2 കിലോയോളം ആ നിലയിൽ അതിന്റെ തന്നെ ഭാരം വഹിച്ചുകൊണ്ട് വേണം അത് ഉൽപാദനം നടത്തുവാനായിട്ട്. See the difficulty level of it. നോക്കുക, അതില് ആ പ്രയാസകരമായ ആ ഒരു ഘട്ടം നാം ഒന്ന് മനസ്സിലാക്കുക. Then finally I put some chemical, that is, chemical fertilizer, and that is how it ultimately brought some fruit. എന്നാൽ അവസാനമായിട്ട് ഞാൻ അതിൽ അല്പം രാസവളം ചേർത്തു. അങ്ങനെയാണ് അതിൽ ഫലം കായ്ക്കുവാൻ ഇടയായിട്ട് തീർന്നത്. And at times I am afraid that is exactly what we do with our believers today. We put some chemical, spiritual mixed manure into it so that believers may somehow bear some fruit. ഇത് തന്നെയാണ് പലപ്പോഴും നാം ഇന്ന് നമ്മുടെ വിശ്വാസികളുടെ മധ്യയും ചെയ്യുന്നത്. അവർ ഫലം കായ്ക്കുന്നതിന് വേണ്ടി നാം ഈ രാസവളങ്ങൾക്ക് തുല്യമായ ചില ക്രമീകരണങ്ങൾ അവരുടെ ആത്മജീവിതത്തിലേക്ക് നാം കൊടുക്കാറുണ്ട്. Today I want to take your attention to one particular word in verse 14 of Luke chapter 8. ഇന്ന് രാത്രികാലം ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലെ ഒരു പ്രത്യേക വാക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. I will read the verse first and then give you the word. ഞാൻ ആദ്യം ആ വാക്യം ഒന്ന് വായിച്ചതിന് ശേഷം ആ വാക്ക് പറയാം. Now the ones that fell among thorns are those who, when they have heard, go out and are shocked with cares, riches, and pleasures of life, and bring no fruit to maturity. The word which I want to emphasize over here is choked. CHOKED. അവിടെ ഞാൻ ശ്രദ്ധ ചെലുത്തുവാൻ അല്ലെങ്കിൽ ശ്രദ്ധയൂന്നുവാൻ താല്പര്യപ്പെടുന്ന വാക്കുകൾ മലയാളത്തിൽ ഞെരുങ്ങുക എന്നുള്ള ഒരു പദമാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ മുറിച്ചു മാറ്റുക എന്നൊരു അർത്ഥമാണ്. It is the Lord who said the plants are choked. ഇവിടെ നമ്മുടെ കർത്താവാണ് പറഞ്ഞത് ആ ചെടികൾ ആ നിലയിൽ ഞെരുങ്ങി ആ നിലയിൽ ഒരു ഇടുക്കത്തിന്റെ അവസ്ഥയിലേക്ക് ആ ഫലങ്ങളായി പോകുന്നു. The problem with us is when the Lord says that you are choked, we don't agree with it. എന്നാൽ ഇവിടെയുള്ള പ്രശ്നം എന്നുള്ളത് കർത്താവ് പറയുന്നു നിങ്ങൾ ഞെരുങ്ങിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ പലപ്പോഴും നാം അത് അംഗീകരിക്കാറില്ല. Have you, I want to ask this very, very personally to each one of you, have you ever realized because of cares, riches, and pleasures, you have been choked? പ്രിയമുള്ളവരെ, വളരെ വ്യക്തിപരമായിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ ചിന്തകളാലോ ധനത്താലോ സംസാര ഭോഗങ്ങളാലോ നിങ്ങൾ ഞെരുങ്ങിയ അവസ്ഥയിലായിട്ടുണ്ടോ? Have you ever realized it? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? Have you ever worried that why you are not able to bear fruit? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫലം കായ്ക്കുവാൻ സാധിക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ടോ? The Lord has given you specific reasons for getting choked. നിങ്ങൾ ആ ഞെരുക്കത്തിന്റെ അനുഭവത്തിൽ കടന്നു പോകുവാനുള്ള ആ കാരണങ്ങൾ വളരെ കൃത്യമായിട്ട് കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. But we don't take it serious. എന്നാൽ നാം ഇതിനെ ഗൗരവമായി കാണുന്നില്ല. The word of God says cares, riches, and pleasures will choke you, and it is choking us. കർത്താവ് തന്റെ വചനത്തിൽ കൂടി നമ്മോട് പറഞ്ഞു, ചിന്തകളും ധനങ്ങളും സംസാരഭോഗങ്ങളും നിങ്ങളെ ഞെരുക്കും, തീർച്ചയായിട്ടും അത് നമ്മെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. And because of that, none of our fruit comes to maturity. അത് മുഖാന്തരം നമ്മുടെ ഫലങ്ങൾ ഒന്നും തന്നെ അതിന്റെ പക്വമായ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നില്ല. Now I just want to give you some worldly examples so that you will be easily able to relate it.
നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുവാൻ വേണ്ടി നമ്മുടെ ലോകത്തിലുള്ള ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. You cannot watch a TV program for 6 hours and then study for another 2 hours. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ടിവിയിൽ 6 മണിക്കൂറോളം ഒരു പ്രോഗ്രാം കണ്ടിട്ട് അതിനുശേഷം 2 മണിക്കൂർ പഠിക്കുവാൻ സാധിക്കുകയില്ല. Because your brain has received lot of kilobytes and mega and gigabytes into your brain, and it is already been stuffed and fatigued, and now you cannot study afresh whichever academic things you want to study. അതിന്റെ കാരണമെന്നുള്ളത് നിങ്ങൾ ഈ 6 മണിക്കൂർ ടിവി കണ്ടത് മുഖാന്തരം നിങ്ങളുടെ തലച്ചോറിലേക്ക് ധാരാളം അറിവുകൾ, ധാരാളം വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ആ നിലയിൽ നിങ്ങളുടെ തലച്ചോറിന് ക്ഷീണം സംഭവിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ലഭിക്കുന്ന അറിവ് കൂടി ശേഖരിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ല. Sometimes my children used to say, Papa, we were studying just for relaxing, now we are looking at something. But I said, you are again bringing more and more information into your brain. Your brain is still working. പലപ്പോഴും എന്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറയാറുണ്ട്, പപ്പ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ ചില കാര്യങ്ങൾ കാണുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ പിന്നെയും പിന്നെയും നിങ്ങളുടെ തലച്ചോറിലേക്ക് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അത് നിങ്ങൾക്ക് ക്ഷീണം വരുത്തും. If you want to give relaxation, if you want to be relaxed, you have to allow your brain to relax for some time. നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തലച്ചോറിന് അല്പം വിശ്രമം കൊടുക്കുകയാണ് വേണ്ടത്. So today Satan is successfully filling your hearts with cares, riches and pleasures so that the word of God can have no impact on your fatigued and tired understanding or soul. ഇന്ന് പിശാച് വളരെ വിജയകരമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് ചിന്തകളും ധനത്തിന്റെ ആഗ്രഹങ്ങളും സംസാരഭോഗങ്ങളും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കുത്തി നിറച്ചിട്ട് ദൈവത്തിന്റെ വചനത്തിന് നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരു അനുഭവം ഉണ്ടാക്കി നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. You know that sugar patients, they have to be very careful with their sugar intake. നമുക്കറിയാം ഈ ഷുഗർ രോഗികളായവർ അവർ ഉപയോഗിക്കുന്ന മധുരത്തിൽ വളരെയധികം നിയന്ത്രണം പാലിക്കേണ്ടതായിട്ടുണ്ട്. And if they don't do that and the sugar level is high in their blood, normally such patients or such people will not be able to heal their wounds fast. അങ്ങനെയുള്ളവർക്ക് അവരുടെ രക്തത്തിൽ അവരുടെ ഷുഗറിന്റെ അളവ് കൂടുതലായിരിക്കും. അത് മുഖാന്തരം അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഏതെങ്കിലും മുറിവ് ഉണങ്ങുവാനായിട്ട് വളരെയധികം കാലതാമസം എടുക്കുവാൻ സാധ്യതയുണ്ട്. Now listen to this very, very carefully. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. Now I am not speaking about diabetic people. I am saying about a normal man. ഞാനിപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത്, ഒരു സാധാരണ മനുഷ്യനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. If you do heavy exercise and then if you consume lot of sugar, your muscle also will not be healed. നിങ്ങൾ വളരെ കഠിനമായിട്ട് വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ധാരാളം മധുരം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മസിലുകൾക്ക് ആ നിലയിൽ സൗഖ്യം ലഭിക്കുവാൻ അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കുവാൻ ഇടയായിട്ട് തീരുകയില്ല. Every day a person who is exercising need to be healed because there will be lot of minor fractures or minor micro tears in the muscle which is normally repaired every night. എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അദ്ദേഹത്തിന്റെ പേശികൾക്കുള്ളിൽ ചെറിയതായ മുറിവുകളോ ചതവുകളോ ഒക്കെയും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അത് സാധാരണയായിട്ട് ഒരു രാത്രി കൊണ്ട് ഉണങ്ങുന്ന നിലയിലാണ് ഒരു മനുഷ്യനിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. But after a heavy time of exercise, if you will consume lot of sugar, next day you will have body pain because the repair work has been halted because of the presence of sugar in the blood. എന്നാൽ നിങ്ങൾ കഠിനമായി വ്യായാമം ചെയ്തിട്ട് ധാരാളം മധുരം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ പേശികളിൽ ഉണ്ടാകുന്ന മുറിവുകളോ ആ ചതവുകളോ ഉണങ്ങുവാനായിട്ട് ഇടയായി തീരുകയില്ല. അത് മുഖാന്തരം നിങ്ങൾക്ക് അടുത്ത ദിവസം വലിയ ശരീരവേദന ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. What am I trying to say? എന്താണ് ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്? The presence of cares and riches and pleasures in your spiritual blood
if the level of cares and riches and pleasures are high, your spiritual fruiting will be hampered. ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ ആത്മീകമായ ജീവിത രക്തത്തിൽ നിങ്ങൾക്ക് ചിന്തകളും ധനങ്ങളും ആ സംസാര ഭോഗങ്ങളും ഉണ്ട് എങ്കിൽ ആ നിലയിൽ നിങ്ങൾക്ക് ഫലവത്തായ ഒരു ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയില്ല ആത്മീക ജീവിതത്തിൽ. Now I want to let you know one more thing. For a normal man also, if you completely get rid of sugar when there is a wound, it will be healed very fast, even if you are not diabetic. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹത്തിന് ഷുഗർ ഇല്ല എങ്കിൽ കൂടി അദ്ദേഹം പൂർണ്ണമായിട്ട് അദ്ദേഹം മധുരം ഉപയോഗിക്കുന്നത് നിർത്തുകയാണെങ്കിൽ തന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന മുറിവുകൾ വളരെ വേഗത്തിൽ ഉണങ്ങുവാനിടയായിട്ട് തീരും. What I mean to say is that having the cares of this world, it is not easy for you to go deep into the word of God and be nourished. ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത് നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് നിങ്ങളിൽ ആഴമായി പ്രവർത്തിക്കുവാൻ സാധിക്കാതെ വരികയും നിങ്ങൾ പരിപോഷിപ്പിക്കപ്പെടാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. I want to give you a couple of another two examples. ചില ഉദാഹരണങ്ങൾ കൂടി നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You know, when there is a small swelling or pain in our body, we sometimes use some tiger balm or ointment or something. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വേദനയോ നീരോ അങ്ങനെ ഉണ്ടെങ്കിൽ നാം ടൈഗർ ബാമോ അതുപോലെയുള്ള എന്തെങ്കിലും ബാമുകൾ യൂസ് ചെയ്യാറുണ്ട്. And normally these balms gives us a small burning sensation. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ബാമുകൾ നമ്മളുടെ ആ ശരീരത്തിൽ അല്പം പൊള്ളലിന്റെ ഒരു അനുഭവം നൽകാറുണ്ട്. It's not that kind of burning, a heat, a hot sensation. അല്പം ചൂടിന്റെ ഒരു അനുഭവമാണ് നമ്മുടെ തൊലിയിൽ ചർമ്മത്തിൽ അത് നൽകി തരുന്നത്. And then we feel comforted. അതിനുശേഷം നമുക്കൊരു ആശ്വാസം അനുഭവപ്പെടാറുണ്ട്. You know what's the secret? ഇതിന്റെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? Our nerve cannot send the information of pain to the brain when the sensation of heat is also coming. Only one sensation can reach the brain, and because of that we feel, it's only a feeling, that the pain has been reduced. നമ്മുടെ ശരീരത്തിൽ ആ ചൂട് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന സന്ദേശം എന്നുള്ളത് ആ ചൂട് മാത്രമായിരിക്കും. നമ്മുടെ ശരീരത്തിലെ നെർവുകൾക്ക് രണ്ട് ആ അനുഭവങ്ങൾ ഒരുമിച്ച് തലച്ചോറിലേക്ക് കൊടുക്കുവാൻ സാധിക്കുകയില്ല. അത് മുഖാന്തരം ആ വേദന അവിടെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ആ ചൂട് മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. നാം കരുതും വേദന ശമിച്ചു എന്ന്. That's why sometimes when there is pain, we rub that portion. When we rub, the skin shifts its attention towards the rubbing thing, and the rubbing information goes to the brain, and for some time the pain information does not reach brain. അതുകൊണ്ടാണ് നാം പലപ്പോഴും വേദന വരുമ്പോൾ ആ ഭാഗത്ത് തിരുമാറുള്ളത്. നാം തിരുമുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് ആ തിരുമുന്ന ആ ഒരു അറിവാണ് തലച്ചോറിലേക്ക് പോകുക. ആ സമയത്ത് നമ്മുടെ വേദന നമ്മുടെ തലച്ചോറിലേക്ക് ആ അറിവ് പോകുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ നമുക്ക് വേദന ശമിച്ചതായിട്ട് തോന്നും. So there are thousands of examples like that. At least the Lord has said you cannot love two masters. ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ഇതുപോലെ പറയുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. So what I wanted to say is that now you understood what cares and riches and pleasures can do to your spiritual growth. ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഈ ചിന്തകളും ധനത്തിന്റെ ആഗ്രഹങ്ങളും സംസാര ഭോഗങ്ങളും നമ്മുടെ ആത്മീക വളർച്ചയിൽ കൊണ്ടുവരുന്നത് എന്ന്. The problem with us is that we are not worried why we are not bearing fruit, and we don't observe our own life that why we are not able to bear fruit. നമ്മുടെ പ്രശ്നമെന്നുള്ളത് നാം ഫലം കായ്ക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്താകുലരാകുന്നില്ല. അത് മാത്രമല്ല എന്തുകൊണ്ട് നാം ഫലം കായ്ക്കുന്നില്ല എന്ന് നമ്മെ തന്നെ നിരീക്ഷിക്കുവാനും നാം തയ്യാറാകുന്നില്ല. Now yesterday we noticed that verse 14 and verse 15, these two groups of people do produce fruit. നാം ഇന്നലെ കാണുകയുണ്ടായി 14-ാം വാക്യത്തിലും 15-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്ന രണ്ട് കൂട്ടരും ഫലം കായ്ക്കുന്നു എന്ന് നാം നോക്കുകയുണ്ടായി.
But one group is not able to mature their fruit, while the other was able to mature their fruit. അതിൽ ഒരു കൂട്ടർക്ക് അവരുടെ ഫലം ആ പാകമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല. എന്നാൽ രണ്ടാമത്തെ കൂട്ടർക്ക് അവർക്ക് ആ ഫലം ആ പാകമായ പക്വമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നു. So why these people are not able to mature their fruit? എന്തുകൊണ്ടാണ് ഈ ഒന്നാമത്തെ കൂട്ടർക്ക് നല്ല ഫലം അല്ലെങ്കിൽ പക്വമായ നിലയിൽ ഒരു ഫലം കായ്ക്കുവാൻ സാധിക്കാത്തത്? The reason is that before they could do it, these tares or thorns, they crush or they choke them. അതിന്റെ കാരണമെന്നുള്ളത് അവർ ആ ഫലം അതിന്റെ പക്വമായ പാകമായ അനുഭവത്തിൽ എത്തുന്നതിന് മുൻപ് ഈ മുള്ളുകൾ അവയെ ഞെരുക്കിക്കളയുന്നു. See, that's what exactly happening with us, and especially with our youngsters. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ യൗവനക്കാരുടെ ഇടയിൽ സംഭവിക്കുന്നത്. So here it is very clearly written in verse 15 that they bear fruit with patience. Bear fruit with patience. ക്ഷമയോടെ. ഇവിടെ 15-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, ക്ഷമയോടെ അവർ ഫലം കൊടുക്കുന്നു എന്ന്. You see that long period of patience is required so that the fruit can get matured. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ദീർഘമായ സമയം ക്ഷമയോടുകൂടി ഇതിന് ആവശ്യമാണ്. കാരണം അങ്ങനെയെങ്കിൽ മാത്രമേ പാകമായ ഒരു ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. Now when we buy mangoes from the market, നാം ചന്തയിൽ നിന്നും മാങ്ങ വാങ്ങിക്കുമ്പോൾ sometimes we get good mangoes and sometimes we get bad mangoes. പലപ്പോഴും നമുക്ക് നല്ല മാങ്ങ ലഭിക്കും, അല്ലാത്ത സമയത്ത് ചില സമയത്ത് നമുക്ക് കേടായ മാമ്പഴം ലഭിക്കാറുണ്ട്. What I mean is that some mangoes are not really matured. They will be sour within. ഞാൻ അർത്ഥമാക്കുന്നത് അവയിൽ ചില മാങ്ങകൾ ആ പൂർണ്ണമായ ഒരു പഴുത്ത അനുഭവത്തിൽ എത്തുകയില്ല. അവയിൽ നാം അത് ഭക്ഷിക്കുമ്പോൾ അതിന് പുളിപ്പുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. What happened? എന്താണ് സംഭവിച്ചത്? Actually, before it could ripe, they plucked the mangoes. അവിടെ സംഭവിച്ചത് അത് പഴുക്കുന്നതിന് മുൻപ്, പാകമാകുന്നതിന് മുൻപ് തന്നെ അവർ ആ മാങ്ങ പറിക്കുവാനിടയായിട്ട് തീർന്നു. So the sourness, the bitterness, and even the color could not, develop. അത് മുഖാന്തരം അതിന്റെ പുളിപ്പ് അതിനുണ്ട്, അതിന്റെ കയ്പുണ്ട്, അതിന്റെ ശരിയായ നിറം പോലും അതിന് വളർത്തിയെടുക്കുവാനായിട്ട് സാധിച്ചില്ല. Now the fruit of the Spirit which is within us is somewhat like this. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ ഫലം ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. Do you think your love, your joy, your peace is fully ripe? നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം പൂർണ്ണമായ നിലയിൽ പാകമായി എന്ന്? We do love, but our love has more bitterness and more sourness than sweetness. നാം സ്നേഹിക്കാറുണ്ട്, എന്നാൽ നമ്മുടെ സ്നേഹത്തിന് കയ്പും പുളിപ്പുമാണ് മധുരത്തെക്കാൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. So we need to understand, to ripen a fruit, it takes time. Just bearing fruit is not sufficient. നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഒരു ഫലം കായ്ച്ചാൽ മാത്രം പോരാ, ആ ഫലം അത് ക്ഷമയോടെ അത് പാകമായ ഒരു അനുഭവത്തിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. So we have to wait and keep nourishing so that it can get mature. അത് മുഖാന്തരം നാം അത് കാത്തിരുന്ന് അതിനെ പരിപോഷിപ്പിച്ചേ മതിയാകുകയുള്ളൂ, അത് പൂർണ്ണമായ ഒരു പക്വമായ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ വേണ്ടി. To continue to wait and to nourish, we need understanding, otherwise we will give up. നാം ഈ നിലയിൽ അതിനെ കാത്തിരിക്കുന്നതിനും അല്ലെങ്കിൽ തുടർമാനമായിട്ട് അതിനെ പരിപോഷിപ്പിക്കുന്നതിനും ഇതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നാം ഇതിനെ വളരെ പെട്ടെന്ന് വിട്ടുകളയാനുള്ള സാധ്യതയുണ്ട്. I want you to take James chapter 1 verse 3 and 4. James chapter 1 verse 3 and 4. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ്
അത് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. Now this verse says, first of all, various trials. ഒന്നാമതായിട്ട് ഈ വാക്യത്തിൽ നാം കാണുന്നത് വിവിധ പരീക്ഷകൾ. It produces patience. അത് സ്ഥിരത ഉളവാക്കുന്നു. And then it says that so that you may become perfect. പിന്നീട് നാം അവിടെ കാണുന്നത് നാം തികഞ്ഞവരായി തീരേണ്ടതിനു വേണ്ടി, that you may lack nothing. നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരായി തീരേണ്ടതിനു വേണ്ടി. And so that you may count trials as joy. അതുകൊണ്ട് നിങ്ങളുടെ ആ പരിശോധന നിങ്ങൾ സന്തോഷം എന്നെണ്ണുക. See, this is the exact thing which we should do for ripening our fruit. നമ്മുടെ ഫലം പാകമാക്കി എടുക്കേണ്ടതിന് ഇത് തന്നെയാണ് നാം ചെയ്യേണ്ടത്. We need to know that without patience we cannot bring things into perfection. നാം അറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് ക്ഷമയില്ലാതെ നമുക്ക് ഒരു കാര്യവും അതിന്റെ ആ തികവിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. Love is not enough. Love has to be matured, and maturity will come only by trials and patience. സ്നേഹം എന്നുള്ളത് ആ നിലയിൽ തന്നെ നമുക്ക് മതിയായതല്ല. സ്നേഹം പാകമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ആ പാകത വരുന്നത് പരിശോധനകളും പരീക്ഷകളിലും കൂടിയാണ്. In a family, ഒരു കുടുംബത്തിൽ from whom do we get maximum love? ആരിൽ നിന്നാണ് ഏറ്റവും അധികം സ്നേഹം നമുക്ക് ലഭിക്കുന്നത്? Father, mother, children. From whom we get maximum love? അപ്പനിൽ നിന്നാണോ അമ്മയിൽ നിന്നാണോ കുഞ്ഞുങ്ങളിൽ നിന്നാണോ ആരിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ലഭിക്കുന്നത്? Normally, I can see many smiling in the screen, and so I believe you have your answers, and I think you would say it's the mother. എനിക്ക് ഈ സ്ക്രീനിൽ ധാരാളം പുഞ്ചിരികൾ കാണുവാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നിങ്ങളുടെ ഉത്തരവും എനിക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ പലരും കരുതുന്ന പോലെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് അമ്മയിൽ നിന്നാണെന്നാണ്. And we see mothers are comparatively more patient than fathers. നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അമ്മമാർ പിതാക്കന്മാരെക്കാൾ കൂടുതൽ ക്ഷമയുള്ളവരാണ്. In a general sense, there can be exceptional cases. ഒരു സാധാരണ നിലയിൽ അങ്ങനെയാണ്. ഇതിൽ ഒരു വ്യത്യാസം വന്നെന്നിരിക്കാം. So what I wanted to say is that love of the mother is more appreciated because it's matured with patience. നമുക്കൊരു മാതാവിന്റെ സ്നേഹം കൂടുതലായി മറ്റുള്ളവർ അംഗീകരിക്കുവാനുള്ള കാരണം അത് ക്ഷമയാൽ പാകപ്പെടുത്തി എടുത്തിട്ടുള്ളതാണ്. Now this patience means the mother undergoes a lot of trials. ഈ ക്ഷമ നമുക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ളതിന്റെ കാരണം ഈ മാതാവ് ധാരാളം പരീക്ഷകളിൽ കൂടി കടന്നു പോകുന്നു. Now the question is whether she counts it as joy or not. എന്നാൽ ഇവിടെ ഉയരുന്ന ചോദ്യം എന്നുള്ളത് ഈ പരീക്ഷകൾ താൻ സന്തോഷമെന്ന് എണ്ണുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. Because that is what James is teaching. My brethren, count it all joy when you fall into various trials. അതാണ് ഇവിടെ യാക്കോബ് നമ്മോട് പറയുന്നത്. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അത് അശേഷം സന്തോഷമെന്ന് എണ്ണുക. അശേഷം സന്തോഷം, count it all full joy. അത് പൂർണ്ണമായ സന്തോഷം എന്ന് നിങ്ങൾ എണ്ണേണ്ടത് ആവശ്യമാണ്. Now this I want to connect with say exercise. ഇതിനെ ഞാൻ വ്യായാമവുമായി ബന്ധപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Now listen to this carefully. നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേൾക്കണമേ. There are some who go to the gym who will not even perspirate or who will not even sweat and come back home saying that I did good exercise. ജിമ്മിൽ പോകുന്ന ചിലരുണ്ട്. എന്നാൽ അവർ ജിമ്മിൽ പോയാൽ അല്പം വേർക്കുക പോലും ഇല്ല. ആ നിലയിൽ തന്നെ അവർ മടങ്ങി വന്നിട്ട് പറയും ഞാൻ നല്ല നിലയിൽ വ്യായാമം ചെയ്തു എന്ന്. There are some who get sweat and come back but no body pain. ചിലർ വേർക്കാറുണ്ട്. എന്നാൽ അവർ വേർത്തതിന് ശേഷം മടങ്ങി വരും. എന്നാൽ അവർക്ക് ശരീരത്തിൽ യാതൊരു വേദനയും ഇല്ല.
Now let me let you know this. എന്നാൽ നിങ്ങൾ അറിയുവാനായിട്ട് ഞാനിത് പറയുന്നു. If there is no pain, it means your body did not get sufficient load. നിങ്ങൾക്ക് ശരീരത്തിൽ വേദന ഇല്ല എങ്കിൽ ആ നിലയിലുള്ള ഒരു ഭാരം നിങ്ങളുടെ ശരീരത്തിന് ലഭിച്ചില്ല, ആ നിലയിലുള്ള ഒരു ആയാസം നിങ്ങളുടെ ശരീരത്തിന് ലഭിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം. That means your is not being pushed to build, but it is just maintaining. അതിന്റെ അർത്ഥം എന്നുള്ളത് നിങ്ങളുടെ ശരീരം ഒരു കൂടുതൽ ഒരു വർദ്ധനവിന് വേണ്ടി നിങ്ങൾ ആ നിലയിലേക്ക് അതിനെ തള്ളി വിട്ടിട്ടില്ല, കേവലം ഒരു നിലനിൽപ്പിന് വേണ്ടി ഒരു വ്യായാമം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. So whenever I do exercise, ഞാൻ വ്യായാമം ചെയ്യുമ്പോഴൊക്കെയും I allow one of my muscle to be in pain next day. അടുത്ത ദിവസം എന്റെ ഏതെങ്കിലും ഒരു പേശി വേദനിക്കത്തക്ക നിലയിലാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത്. The next day I will allow another muscle to be in pain. അടുത്ത ദിവസം മറ്റൊരു പേശി വേദനിക്കത്തക്ക നിലയിൽ ഞാൻ വ്യായാമം ചെയ്യാറുണ്ട്. And some days, even if I work out, there will not be any pain. എന്നാൽ ചില ദിവസങ്ങളിൽ ഞാൻ വ്യായാമം ചെയ്താലും യാതൊരു വിധമായ ശരീരവേദനയും ഉണ്ടാകാറില്ല. So then I push again so that there may be some pain. എന്നാൽ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വ്യായാമം ചെയ്യും, അല്പമെങ്കിലും വേദന ഉളവാകുവാൻ വേണ്ടി. And when there is pain, അങ്ങനെ വേദന ഉണ്ടെങ്കിൽ, വേദന ഉള്ളപ്പോൾ I will come back home and say to my wife, today I was able to do well, I have pain. ഞാൻ മടങ്ങി വന്ന് എന്റെ ഭാര്യയോട് പറയും, ഇന്ന് നന്നായി വ്യായാമം ചെയ്യുവാൻ സാധിച്ചു, കാരണം എനിക്ക് ശരീരത്തിൽ വേദനയുണ്ട്. See, because of the knowledge of the physiology of body, I am counting pain as joy. ഞാൻ നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ആ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് ആ നിലയിൽ എനിക്ക് ലഭിക്കുന്ന ആ വേദനയെ ഞാൻ ഒരു സന്തോഷമായിട്ട് കരുതുന്നു. And if I don't get pain, I pursue pain. എനിക്ക് വേദന കിട്ടിയില്ല എങ്കിൽ ഞാൻ ആ വേദനയെ പിന്തുടർന്ന് പിടിക്കാറുണ്ട്. Now, those who are very new or don't have any experience with exercise, please don't get into a mood and do all of it, and then the next day the whole body will be in pain, and then you will blame me. വ്യായാമത്തെ കുറിച്ച് അധികം ധാരണയില്ലാത്തവർ, അത് ചെയ്യാത്തവർ ദയവ് ചെയ്ത് നിങ്ങളുടെ വളരെ കഠിനമായിട്ട് വ്യായാമം ചെയ്ത് നാളെ എല്ലാ ശരീരഭാഗവും വേദനിക്കത്തക്ക രീതിയിൽ ആയിത്തീർന്നിട്ട് എന്നെ ആരും കുറ്റപ്പെടുത്തരുതേ ആ നിലയിൽ. If you want to do exercise, you have to be progressive, you have to be gradual, and you cannot do things according to your mood, but according to your understanding. നിങ്ങൾക്ക് വ്യായാമം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തുടർമാനമായ ഒരു പ്രക്രിയയാണ്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുവാൻ സാധിക്കുകയില്ല. അത് നിങ്ങളുടെ ആ മനോഭാവത്തിനനുസരിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ധാരണയ്ക്കനുസരിച്ചാണ്, അറിവിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. Now, what I wanted to say is that spiritual fruit bearing, you have to understand there are spiritual exercises which allows you to develop patience, and patience develops matured fruit. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നാം ആത്മീകമായി ഫലം കായ്ക്കണമെന്നുണ്ടായെങ്കിൽ നിങ്ങൾ ആത്മീകമായ ഒരു വ്യായാമത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. തൽഫലമായി നിങ്ങൾ ക്ഷമയോടുകൂടെ ആ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ മാത്രമേ പക്വമായ നിലയിൽ പാകമായ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. Praying and meditating is a spiritual exercise. പ്രാർത്ഥനയും വചനധ്യാനവും തീർച്ചയായിട്ടും ഒരു ആത്മീക വ്യായാമമാണ്. Submitting to authorities and obedience is a spiritual exercise. നിങ്ങളുടെ അധികാരസ്ഥാനങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുകയും അനുസരണവും ഒരു ആത്മീക വ്യായാമമാണ്. Giving gospel and bearing the shame of the Lord is an exercise. സുവിശേഷം പങ്കുവെക്കുകയും കർത്താവിന്റെ നിന്ദ വഹിക്കുകയും ചെയ്യുന്നത് ഒരു ആത്മീക വ്യായാമമാണ്. Do we do any of these things? ഈ കാര്യങ്ങൾ എന്തെങ്കിലും നാം ചെയ്യാറുണ്ടോ? Without these things, we still expect to bear fruit. ഇതൊന്നുമില്ലാതെ തന്നെ നാം ഫലം കായ്ക്കുവാനായിട്ട് നാം പ്രതീക്ഷിക്കുകയാണ്.
It's like youngsters keeping big posters of great sportsmen on their wall, but doing nothing about sports. അതിന്റെ ഒരു ഉദാഹരണം എന്നുള്ളത് ചെറുപ്പക്കാരായവർ വലിയ വലിയ കളിക്കാരുടെയൊക്കെയും പടങ്ങൾ അവരുടെ ഭിത്തിയിൽ ചെയ്തിട്ട് എന്നാൽ ആ കളിയെ സംബന്ധിച്ച് യാതൊന്നും തന്നെ ചെയ്യാതിരിക്കുന്ന ഒരു അനുഭവം. Dear brethren, spiritual exercises helps you to develop spiritual muscle. പ്രിയമുള്ളവരെ, ആത്മീകമായ വ്യായാമങ്ങൾ നിങ്ങൾക്ക് ആത്മീകമായ പേശികൾ വളർത്തിയെടുക്കുവാനായിട്ട് സഹായിക്കുന്നു. When James spoke about count it joy when you fall into trials, യാക്കോബ് നിങ്ങൾ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അത് സന്തോഷമെന്ന് എണ്ണുക എന്ന് പറയുമ്പോൾ, he also thought probably most of the people who would read this will not agree with him. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് വായിക്കുന്ന പലരും അദ്ദേഹത്തോട് യോജിക്കുകയില്ല എന്ന്. For example, when we say to women or to our sisters, do some exercise, you know what is the first thing they say? Ende brother, ശരീരം മുഴുവൻ വേദന എടുക്കും ചുമ്മാതെ. നാം പലപ്പോഴും നമ്മുടെ സഹോദരിമാരോട് ഈ നിലയിൽ വ്യായാമം ചെയ്യാൻ പറയുമ്പോൾ അവർ തിരികെ മറുപടി പറയുന്നത് ഇത് നാം വെറുതെ ചെയ്യുന്ന ഒരു കാര്യമാണ്, ശരീരത്തിന് മുഴുവനും വേദന വരുത്തുവാൻ വേണ്ടി. But the truth is, pain is showing that the body is building. എന്നാൽ സത്യമെന്നുള്ളത് ആ വേദന നമ്മെ കാണിച്ചു തരുന്നത് നമ്മുടെ ശരീരത്തിൽ ആ പേശികൾ വളരുന്നു എന്നുള്ളതാണ്. So we have to educate those people who complain about pain, actually, which is a good sign. അത് മുഖാന്തരം നാം ചെയ്യേണ്ടത് ആ വേദനയെ കുറിച്ച് പരാതിപ്പെടുന്നവരെ നാം അഭ്യസിപ്പിക്കണം. ഈ വേദന എന്നുള്ളത് നല്ലൊരു തെളിവാണ് വളർച്ചയുടേതെന്നുള്ളത്. So they lack wisdom. They need wisdom at that point. ആ സമയത്ത് അവർക്ക് ജ്ഞാനമാണ് ആവശ്യം. അവർ ജ്ഞാനത്തിൽ കുറവുള്ളത് കൊണ്ടാണ് ആ നിലയിൽ പ്രതികരിക്കുന്നത്. This is the context. This is the context where James says, as soon as he says about this trial, in verse 5 he says, those who lack wisdom, please pray. ഇതാണ് യാക്കോബ് ഈ 5-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നതിന്റെ പശ്ചാത്തലം എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ കാര്യം മനസ്സിലാക്കുവാൻ കഴിവില്ലാത്തവർ, 5-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ജ്ഞാനം കുറവുള്ളവർ അവർ ദൈവത്തോട് യാചിക്കട്ടെ എന്നുള്ളത്. It's a wonderful thing to find the connections in James. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് ഈ നിലയിൽ ബന്ധപ്പെടുത്തുവാൻ കഴിയുന്ന അനേക കാര്യങ്ങൾ കാണുന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ്. Because most of the commentaries, they complain that James just put some topics here and there which they cannot find any connection. കാരണം പല കമന്ററികൾക്ക് അത് രേഖപ്പെടുത്തുന്നവർ പരാതിപ്പെടാറുണ്ട്. അവർക്ക് യാക്കോബിന്റെ ലേഖനത്തെ കുറിച്ച് അദ്ദേഹം അവിടെ നിന്നും ഇവിടെ നിന്നും ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു, അത് തമ്മിൽ യാതൊന്നും ബന്ധിപ്പിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന്. Having read those commentaries, I prayed to the Lord. When I read James, I found the Lord was showing me how it was connected well. എന്നാൽ ഈ കമന്ററികളൊക്കെയും വായിച്ചതിന് ശേഷം ഞാൻ ഈ യാക്കോബ് എഴുതിയ ലേഖനം വായിച്ചപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയുണ്ടായി. എത്രയോ ശ്രേഷ്ഠമായ നിലയിലാണ് വസ്തുതകൾ ബന്ധപ്പെടുത്തി യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന്. Each and everything was well connected while we truly need the help of the Holy Spirit. ഇതിലെ ഓരോ കാര്യങ്ങളും വളരെ ശ്രേഷ്ഠമായ നിലയിൽ ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ് നാം ഗ്രഹിക്കേണ്ടതിനു വേണ്ടി. I just want to give you an example. ഞാൻ ഒരു ഉദാഹരണം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Now James is saying God resists the proud but gives grace to the humble. ഇവിടെ യാക്കോബ് പറയുന്നുണ്ട്, യഹോവ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവനോട് അവൻ കൃപ കാണിക്കുന്നു. You know what's the context? അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയാമോ? James just addressed believers as adulterers and adulteresses. അവിടെ യാക്കോബ് പെട്ടെന്ന് അവിടെ വിശ്വാസികളെ ദുർനടപ്പുകാരെന്നും ദുർനടപ്പുകാരികളെന്നുമാണ് അവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. As soon as he addressed believers as adulterers, വിശ്വാസികളെ ദുർനടപ്പുകാരെന്ന് അഭിസംബോധന ചെയ്തതിനു ശേഷം, I'm sorry, vishwasigale to believers. വിശ്വാസികളെ ദുർനടപ്പുകാരെന്ന് അഭിസംബോധന ചെയ്തതിനു ശേഷം
naturally we will resist. Naturally we will say, what are you saying? How come you are calling me adulterer? സ്വാഭാവികമായിട്ടും ആ ഒരു അഭിസംബോധനക്കെതിരെ നാം പ്രതികരിക്കാറുണ്ട്. നാം ചോദിക്കും, എങ്ങനെ നിങ്ങൾക്ക് എന്നെ ദുർനടപ്പുകാരനെന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും? That's the context James saying. God resists the proud but gives grace to the humble. Just humble yourself and you will understand what I am saying. ആ ഒരു പശ്ചാത്തലത്തിലാണ് യാക്കോബ് പറയുന്നത്, നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവനോ അവന് കൃപ കൊടുക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുക, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കും. Let's come back to Luke 8 now. നാം ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. Will you today or tonight resist God who says cares, riches and pleasures will choke you? ഇന്ന് രാത്രികാലം ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലുമുള്ള ആ കാര്യങ്ങൾ നിങ്ങളെ ഞെരുക്കിക്കളയുമെന്ന് പറയുന്ന ദൈവത്തോട് നിങ്ങൾ എതിർത്ത് നിൽക്കുന്നു ഇന്ന് രാത്രികാലം? Or will you agree, Amen Lord, I know it is choking me because I am not able to bear matured fruits? അതല്ല, നിങ്ങൾ സമ്മതിക്കുമോ, അതേ കർത്താവേ ഞാൻ സമ്മതിക്കുന്നു, ഈ ചിന്തകൾ എന്നെ ഞെരുക്കിക്കളയുന്നു, അത് മുഖാന്തരം എനിക്ക് ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കുന്നില്ല. Now the next thing we need to understand is, അടുത്ത ഭാഗം നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, when I am saying pleasures of life, brother is translating samsara bhogam. ജീവിതത്തിന്റെ സുഖങ്ങൾ എന്നുള്ളത് താൻ പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ സംസാര ഭോഗങ്ങൾ എന്നാണ് പരിഭാഷപ്പെടുത്തി ലഭിച്ചിരിക്കുന്നത്. I believe the word samsara bhogam is even more correct than just pleasures of life. ആ ജീവിതത്തിന്റെ സുഖഭോഗങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് സംസാര ഭോഗങ്ങളാണ് കൂടുതൽ അർത്ഥവത്തായ വാക്കെന്ന് ഞാൻ വിശ്വസിക്കുന്നു. But one would be wondering, what is the meaning of samsara bhogam? ഒരാൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം, ഈ സംസാര ഭോഗം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. Samsaram means communication. സംസാരം എന്നുള്ളത് ആശയവിനിമയത്തെ സൂചിപ്പിക്കുന്നതാണ്. Samsara bhogam means finding pleasure in communication. സംസാര ഭോഗം എന്നുള്ള അർത്ഥം നാം ധാരാളമായി സംസാരിക്കുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്തുക. I am going to again reinterpret the word communication means it's simply anything which we communicate. ഞാൻ ആ ആശയവിനിമയം എന്നുള്ള പദം ഒന്നുകൂടി ഒന്ന് വിശദീകരണം ചെയ്യട്ടെ. നാം സംസാരിക്കുന്ന എന്തും തന്നെ, എന്ത് വാക്കുകളും ഏത് നിലയിലും സംസാരിക്കുന്നത്. When I mean communication, TV, radio, video, YouTube, Facebook, everything is actually communication media. ആശയവിനിമയം എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് TV ആയിക്കൊള്ളട്ടെ, റേഡിയോ ആയിക്കൊള്ളട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കൊള്ളട്ടെ, അങ്ങനെ നമ്മളുമായിട്ട് ആശയവിനിമയം ചെയ്യുവാൻ സാധിക്കുന്ന എന്തിനേയുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. The Lord perfectly gave us the description of this age, that men in the end days will be so engaged in communication media that it will shock their spiritual fruits. ദൈവത്തിന് വളരെ കൃത്യമായിട്ട് ഈ കാലഘട്ടത്തിലെ മനുഷ്യർ നേരിടുന്ന ഈ ഒരു പ്രശ്നം, അതായത് ഈ മാധ്യമങ്ങളിൽ കൂടിയുള്ള ആശയവിനിമയങ്ങളിൽ മനുഷ്യർ ഞെരുങ്ങിപ്പോകുമെന്നുള്ള ആ യാഥാർത്ഥ്യം കർത്താവിന് അറിയാമായിരുന്നു. അത് മുഖാന്തരമാണ് താൻ ഇവിടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. I hope you will agree with me now. നിങ്ങൾ എന്നോട് യോജിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. This is not just talking. ഇത് കേവലം നാം അന്യോന്യം സംസാരിക്കുന്നത് മാത്രമല്ല, this is communication media. Samsara bhogam is a sin over here when it becomes bhogam, means more than required. ഇവിടെ ആ സംസാര ഭോഗം എന്ന് അർത്ഥമാക്കുന്നത് നാം ആശയവിനിമയ മാധ്യമങ്ങളോടുള്ള അമിതമായ അഭിനിവേശം, കേവലം നമ്മുടെ ആവശ്യത്തെക്കാൾ ഉപരിയായിട്ട് ധാരാളമായ അതിനോടുള്ള അഭിനിവേശത്തെ അതൊരു പാപമായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. And I want to admit that even I struggle with this kind of problems because of lot of groups and WhatsApp and everybody is trying to communicate some videos, and you feel compelled to watch all those. Otherwise, it's kind of your duty to do it, as if it's like that now.
ഈ നിലയിൽ ഞാനും വളരെയധികം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്നു എന്ന് ഞാൻ അംഗീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ധാരാളമായിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഗ്രൂപ്പുകളും അതിൽ അനേക സന്ദേശങ്ങളും വീഡിയോകളും ഇതൊക്കെയും കാണുവാൻ നാം നിർബന്ധിതരായി തീരുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തപ്പെട്ട് നിൽക്കുന്നത്. Now, how does it shock? എങ്ങനെയാണ് ഇത് നമ്മെ ഞെരുക്കി കളയുന്നത്? You see, I told you, for example, I am again saying, if you watch your mobile for half an hour just before sleep, it can disturb your sleep for another 1.5 hours. ഒരുപക്ഷെ നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായി ഒരു അരമണിക്കൂർ നിങ്ങൾ മൊബൈൽ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഉറക്കത്തെ 1.5 മണിക്കൂറോളം അത് തടസ്സപ്പെടുത്തുവാനായിട്ട് സാധ്യതയുണ്ട്. Anything you see in the screen will remain behind your brain for another 20 minutes. That's what they say. നിങ്ങളുടെ മൊബൈലിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രീനിൽ കാണുന്ന ഒരു കാഴ്ച നിങ്ങളുടെ തലച്ചോറിന്റെ ഉള്ളിൽ അതിനുശേഷം 20 മിനിറ്റോളം നിലനിൽക്കുമെന്നാണ് അറിവുള്ളവർ പറയുന്നത്. So when these things are already in us, how can we go deep into the word of God? അപ്പോൾ ഈ നിലയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ എങ്ങനെ നമുക്ക് തിരുവചനത്തിൽ ആഴമായിട്ട് പോകുവാൻ സാധിക്കും? So that is where spiritual people find the morning time as the best time, because now they already have 6 to 7 hours of gap and their minds are fresh, and then they can travel along with the Lord. അതുകൊണ്ടാണ് ആത്മീയരായ വ്യക്തികൾ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുവാൻ പ്രഭാത സമയങ്ങൾ കണ്ടെത്തുന്നത്. കാരണം അവരുടെ ആ തലച്ചോറിന് ഏകദേശം 6-7 മണിക്കൂർ ഒരു വിശ്രമം ലഭിച്ചു. അപ്പോൾ അവർക്ക് ആ നിലയിൽ ഏകാഗ്രതയോടുകൂടി കർത്താവുമായിട്ട് സമയം പങ്കുവെക്കുവാൻ സാധിക്കും. And that's why Satan is now engaging our youngsters from 12 o'clock, 1 o'clock and 2 o'clock so that they may not get up in the morning and straight away rush to the office or school. അതുകൊണ്ടാണ് ഈ കാലങ്ങളിൽ നമ്മുടെ യൗവനക്കാരെ പിശാച് രാത്രി 12 മണി, 1 മണി, 2 മണി വരെ ഉണർത്തി ഇരുത്തിയതിനു ശേഷം അവർ ദീർഘമായ പ്രഭാതത്തിൽ ഉണരാതെ ദീർഘമായി കിടന്നുറങ്ങുകയും വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് ഓഫീസിലോ സ്കൂളിലോ പോവുകയും ചെയ്യുന്നു. So whenever they come to the word or even for a meeting, they should come fatigued. They should be engrossed and engaged with other things, and they hardly will have a gap between God and the world. അത് മുഖാന്തരം അവർ ഒരു മീറ്റിങ്ങിന് കടന്നു വരുമ്പോൾ അവർ ആകപ്പാടെ ക്ഷീണമായ ഒരു അവസ്ഥയിലാണ് അവർ കടന്നു വരുന്നത്. അവരുടെ ജീവിതത്തിൽ ആ ദൈവത്തിനും ലോകത്തിനും ഇടയിൽ കൊടുക്കുവാൻ ഒരു ഗ്യാപ്പ് ഇല്ലാതെ വണ്ണം വളരെയധികം തിരക്കോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഒരു അനുഭവം. Now I want to let you know the secret of our forefathers, how they were able to bear much better fruit than us. നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് നമ്മേക്കാൾ നന്നായി എങ്ങനെ പക്വമായ ഫലം കായ്ക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു രഹസ്യം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. After their whole day of work, by 6 o'clock, 7 o'clock, 7:30, they would have their dinner. അവരുടെ ഒരു മുഴു ദിവസത്തെയും അധ്വാനത്തിന് ശേഷം അവർ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ അവരുടെ ആ അത്താഴം കഴിക്കുമായിരുന്നു. They don't have TV, they don't have serial, they don't have WhatsApp, YouTube, Facebook, none of it. All what they have is a small candle or a lamp and an open Bible. അവരുടെ വീടുകളിൽ ടിവിയോ അല്ലെങ്കിൽ റേഡിയോയോ മൊബൈൽ ഫോണോ വാട്സപ്പോ യൂട്യൂബോ ഒന്നും തന്നെ ഇല്ല. ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചവും അതിന്റെ മുൻപിൽ തിരുവചനവുമാണ് അവർക്കുണ്ടായിരുന്നത്. Naturally, when you have nothing to do, there is a wonderful time of silence where the Lord can speak to you. സ്വാഭാവികമായിട്ട് നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ലാത്തപ്പോൾ നമുക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു ശാന്തതയുടെ അനുഭവം നമുക്ക് ലഭിക്കുകയും ആ സമയത്ത് നമുക്ക് ദൈവവുമായിട്ട് സമയം പങ്കിടുവാനും സാധിക്കും. Many were able to have a better spiritual time when Kerala used to have half an hour compulsory load shedding. കേരളത്തിൽ ആ അരമണിക്കൂർ നിർബന്ധിതമായിട്ട് പവർ കട്ട് ഉണ്ടായിരുന്നപ്പോൾ അനേകർക്ക് നല്ല നിലയില് ആത്മീകമായ നിലയിൽ ദൈവവുമായിട്ട് സമയം ചെലവഴിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. I think Satan understood that, so he brought mobile with power charge so that even if there is load shedding, you can manage with your batteries. ഞാൻ കരുതുന്നത് പിശാച് അത് മനസ്സിലാക്കിയിട്ടെന്നോണം മൊബൈൽ ഫോണുകൾ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരികയും കറണ്ട് ഇല്ല എങ്കിലും
നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യുവാനുള്ള സംവിധാനം അവൻ ഒരുക്കി ആ നിലയിൽ നമ്മുടെ കരങ്ങളിൽ എത്തിക്കുകയും ചെയ്തു. But our forefathers, they used to have a time of silence, a time of inactivity where they would go deep into the word of God. എന്നാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് അവർക്ക് ശാന്തമായ ഒരു സമയമുണ്ടായിരുന്നു, നിശബ്ദതയുടെ ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് തിരുവചനത്തിലേക്ക് ആഴമായിട്ട് ഇറങ്ങുവാൻ സാധിക്കുമായിരുന്നു. I don't know whether I have mentioned when I was in 7th standard, once my grandfather, he took me to Ernakulam. I was living in Koilon that time. Did I say? ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്രാവശ്യം എന്റെ അപ്പച്ചൻ എന്നെ എറണാകുളത്തേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ഞാൻ കൊല്ലത്തായിരുന്നു താമസിച്ചിരുന്നത്. Koilon district. And my grandfather, he left me in a home and he went to Aluva. എന്റെ പിതാവ് എന്നെ അവിടെ ഒരു ഭവനത്തിലാക്കി, grandfather, എന്റെ വല്യപ്പച്ചൻ എന്നെ അവിടെ ഒരു ഭവനത്തിലാക്കിയിട്ട് അദ്ദേഹം ആലുവയിലേക്ക് പോകുവാനിടയായി. And he came back by evening only. So I was in that house, in that hall, sitting in the hall for 5 to 6 hours. അദ്ദേഹം വൈകുന്നേരമാണ് മടങ്ങി വന്നത്. അത്രയും സമയം ഞാൻ ആ ഭവനത്തിലെ ഹാളിൽ ഇരിക്കുകയായിരുന്നു. My father always used to say about reading newspaper, but that was the first time I read a whole English newspaper because I could do nothing other than reading the newspaper. എന്റെ പിതാവ് എപ്പോഴും എന്നോട് പത്രം വായിക്കുവാൻ ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഒരു മുഴുവൻ പത്രവും മുഴുവനായിട്ട് വായിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. കാരണം എന്റെ മുൻപിൽ മറ്റൊന്നും തന്നെ ചെയ്യുവാനുണ്ടായിരുന്നില്ല. And the funny thing, at the age of 7, I was able to understand the whole English newspaper. എന്നാൽ ഏറ്റവും രസകരമായ കാര്യം എന്നുള്ളത് ആ 7 വയസ്സുള്ളപ്പോൾ എനിക്ക് ആ മുഴുവൻ ഇംഗ്ലീഷ് പത്രവും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. But after that, I don't remember for years reading newspaper. എന്നാൽ അതിനുശേഷം വർഷങ്ങളോളം പത്രം വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നത് പോലുമില്ല. What I mean to say is that cares and riches and number of pleasures do and has successfully choked our spiritual life. ഞാൻ പറയുവാൻ അർത്ഥമാക്കുന്നത് ചിന്തകളും ധനവും സംസാരഭോഗങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തെ വളരെയധികം ഞെരുക്കിക്കളയുന്നു. What can we do? നമുക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുന്നത്? The best fresh time is in the morning. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല സമയമെന്നുള്ളത് പ്രഭാത സമയമാണ്. I will not ask you to get up at 4 or even at 6 or even at 8. ഞാൻ നിങ്ങളോട് 4 മണിക്കോ 6 മണിക്കോ 8 മണിക്കോ എഴുന്നേൽക്കുവാൻ ആവശ്യപ്പെടുകയില്ല. But I would request you one thing. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കും. Whatever is your worldly engagement, you have to spare the first 1 hour for the Lord. നിങ്ങളുടെ ലോകപ്രകാരം നിങ്ങൾക്ക് എന്ത് തന്നെ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഒരു ദിവസത്തെ ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾ കർത്താവിന്റെ മുൻപിൽ ചെലവഴിക്കണം. If you want to go at 10 o'clock, I have no problem. You get up at 8, give 1 hour to the Lord and then get ready and go. നിങ്ങൾക്ക് 10 മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ 8 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂർ ദൈവസന്നിധിയിൽ ആയിരുന്നിട്ട് നിങ്ങൾ പോകുക. My children sometimes used to come and say, Papa, we want to play basketball tomorrow. എന്റെ കുട്ടികൾ എന്നോട് വന്ന് പറയാം, പപ്പ നാളെ ഞങ്ങൾക്ക് ബാസ്കറ്റ്ബോൾ കളിക്കണം. I will only ask them this one question. What time you want to go? ഞാൻ ഒരു ചോദ്യമേ അവരോട് ചോദിച്ചിട്ടുള്ളൂ, ഏത് സമയത്താണ് നിങ്ങൾക്ക് പോകേണ്ടത്? They will say 6:30. അവർ പറയും 6:30. Then what time you will get up? അങ്ങനെയെങ്കിൽ നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേൽക്കും? They will calculate 1 hour before and give me the time and I will wake them up at that time. അവർ 1 മണിക്കൂർ മുമ്പേ ഉള്ള സമയം കണക്ക് കൂട്ടിയിട്ട് എന്നോട് പറയും, ആ സമയത്ത് ഞാൻ അവരെ എഴുന്നേൽപ്പിക്കും. What I meant to say is that you can have any number of business in the world, but the first 1 hour, the 1 hour after a gap, you know, when you sleep, your mind is its rest, you get a gap. After a gap, the first 1 hour should be of the Lord. ഞാൻ പറയുവാൻ അർത്ഥമാക്കുന്നത് ഇത് മാത്രമാണ്. നിങ്ങളുടെ ആ ഒരു ദിവസത്തെ ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾ ആ ഉറക്കത്തിന് നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു 5-6 മണിക്കൂറിന്റെ വിശ്രമത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ 1 മണിക്കൂർ
നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കുക. And without that 1 hour, you should keep or make your mind that I will not open my mobile or WhatsApp or whatever. ആ ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ ഞാൻ എന്റെ വാട്സപ്പോ മൊബൈലോ ഓൺ ചെയ്യുക ഉള്ളൂ എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. Now the another good thing you can do is, മറ്റൊരു നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്, as you give the most best first fresh 1 hour to the Lord, you can use your WhatsApp in the worst most bad time for WhatsApp. നിങ്ങളുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഏറ്റവും മികച്ച, നിങ്ങളുടെ ഏറ്റവും നല്ല, ഏറ്റവും ഫലഭൂയിഷ്ടമായ ആ സമയം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. Let the Lord give you wisdom. Otherwise, you and I, we are going to really be empty of fruits and we are going to have a pathetic spiritual life in the future. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ജ്ഞാനം നൽകി തരുമാറാകട്ടെ. അല്ല എങ്കിൽ തികച്ചും ഫലശൂന്യമായ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു പോവുകയും വളരെ നിരാശാജനകമായ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ വീഴ്ത്തപ്പെടുകയും ചെയ്യും. Now about this good plans, in verse 15, 3 to 4 words are written. ഈ നല്ല ആ ഒരു സസ്യത്തെ കുറിച്ച് 15-ാം വാക്യത്തിൽ കാണുന്നത് 3 തൊട്ട് 4 കാര്യങ്ങൾ വരെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. There it is written, having heard the word with a noble and a good heart, keep it and bear fruit with patience. 4 things. 4 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുക. That is, hearing the word, having a good heart, keeping it, bearing fruit with patience. ഒന്നാമതായിട്ട് വചനം കേൾക്കുക, അത് നല്ല ഹൃദയമുണ്ടായിരിക്കുക, അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കുക. 4-മതായിട്ട് നല്ല ഫലം കൊടുക്കുന്ന അനുഭവം. Hearing word is something we do. വചനം കേൾക്കുക എന്നുള്ളത് നാം ചെയ്യാറുള്ള കാര്യമാണ്. But what is this noble heart? ഈ നല്ല ഹൃദയം എന്നുള്ളത് എന്താണ്? ഗുണമുള്ള നല്ല ഹൃദയം എന്നർത്ഥമാക്കുന്നത് എന്താണ്? The noble heart is a heart which listens with the intention to execute. ആ നല്ല ഹൃദയം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കേൾക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാനുള്ള മനോഭാവത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ്. Now you are listening me. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. Do you have any intention to execute what you are hearing today? ഇന്ന് രാത്രികാലം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ എത്തിക്കുവാൻ എന്തെങ്കിലും താല്പര്യം നിങ്ങൾക്കുണ്ടോ? If not, ഇല്ല എങ്കിൽ your heart is not noble. നിങ്ങളുടെ ഹൃദയം നല്ല ഹൃദയമല്ല. Only in a noble heart you will be able to keep the word. ഒരു നല്ല ഹൃദയത്തിൽ മാത്രമേ ദൈവവചനം സംഗ്രഹിച്ചു വെക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. Because only if you want to execute, you need to keep, and you will be able to keep only if your hearts are noble. നിങ്ങൾക്ക് അത് പ്രായോഗിക തലത്തിൽ എത്തിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾ അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയുള്ളൂ. നിങ്ങൾ ഹൃദയത്തിൽ അത് സൂക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഒരു നല്ല ഹൃദയമായിരിക്കണം. And then only with patience you'll be able to allow the fruit to be mature. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ഷമയോടുകൂടി പാകമായ ഒരു ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. Let the Lord have mercy upon you. Let the Lord have grace upon you to bear matured fruits. പാകമായ ഫലം കായ്ക്കുവാൻ ദൈവം നിങ്ങളോട് കൃപ ചെയ്യുമാറാകട്ടെ. പക്വമായ ഒരു ഫലം കായ്ക്കുവാൻ ദൈവം നിങ്ങളോട് കരുണ ചെയ്യുമാറാകട്ടെ. Thank you very much, brother. Praise be to God. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.